മാലിന്യ കൂമ്പാരമായി ഒരു ക്ഷേത്ര പരിസരം. മഴ പെയ്താൽ വെള്ളക്കെട്ടും. കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരവും പാർക്കിംഗ് ഏരിയയും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. മഴ പെയ്താൽ പരിസരത്ത് വെള്ളം കെട്ടി ചെളിക്കളമാകുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുതൽ ജൈവ മാലിന്യങ്ങൾ വരെ വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് പ്രദേശം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന അമ്പലത്തിൽ വർഷാവർഷം നടന്നു വരുന്ന പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അക്കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്തു തന്നെ പൊങ്കാലയിടാറുമുണ്ട്. പരിസരവാസികളുടെ അഭിപ്രായമനുസരിച്ച് ഈ സമയത്തല്ലാതെ അധികൃതർ ഈ പ്രദേശത്ത് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. പ്രദേശത്തെ പ്രധാന വെല്ലുവിളി ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ അരിച്ചു നടക്കുന്ന തെരുവു നായകളും മറ്റു ജീവികളുമാണ്. കൂട്ടത്തിൽ ഒരു പരിസരവാസിയുടെ ആടുകളും ഇവിടെ മേഞ്ഞു നടക്കുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തർക്കും സഞ്ചാരികൾക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ മറ്റുള്ള സൗകര്യങ്ങളോ ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ അമ്പലത്തിലെയും പരിസരത്തിലെയും ഈ ദയനീയാവസ്ഥയിൽ കോർപ്പറേഷൻ അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടുമില്ല. അതിനൊപ്പം ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഇരുട്ടിന്റെ മറവിലും അല്ലാതെയും മാലിന്യങ്ങൾ കൂമ്പാരമായി കൊണ്ടുതള്ളുമ്പോൾ അമ്പലത്തിന് സമീപം താമസിക്കുന്നവർക്കും അതുവഴി യാത്ര ചെയ്യുന്നവർക്കും വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ സിറ്റി എന്ന പദ്ധതി നിലവിൽ വന്നപ്പോൾ അമ്പലത്തിന് പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കാനും പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള തീരുമാനങ്ങൾ വന്നിരുന്നു. എന്നാൽ അവ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കനത്ത മഴ പെയ്താൽ ഈ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടിടുന്ന സ്ഥലങ്ങളിലുൾപ്പെടെ വെള്ളം കെട്ടി കിടക്കാറുണ്ട്. പകർച്ചവ്യാധികൾ പടരാൻ വളരെ സാധ്യത കൂടുതലുമാണ്. തെരുവു നായകൾ മാലിന്യങ്ങൾ വലിച്ച് റോഡിലും അമ്പലത്തിനു മുന്നിലും കൊണ്ടിടുന്നത് വഴിയാത്രക്കാർക്കും അമ്പലത്തിലെത്തുന്ന ഭക്തർക്കും ബുദ്ധിമുട്ടും അരോചകവുമായി മാറുന്നുണ്ടെന്നും അമ്പലത്തിലെ അധികൃതർ പറയുന്നു. കൃത്യമായ ഒരു ശുചീകരണ പദ്ധതി ഉണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഇവയെല്ലാം അനായാസം നീക്കം ചെയ്യാവുന്നതാണ്. ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത് കൊണ്ടാണ് നഗരത്തിലെ പല ഓടകളും അടഞ്ഞ് വെള്ളമൊഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാതെ റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അതിന് നടപടികളൊന്നും തന്നെ ഉണ്ടാകാറുമില്ല. പ്രദേശവാസികൾ ഉൾപ്പെടെ വലിച്ചെറിയുന്ന മാലിന്യമാണ് ക്ഷേത്ര പരിസരത്തുള്ളത്. ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണ പ്രക്രിയയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ജനങ്ങൾക്ക് ലഭ്യമല്ല. പ്രത്യേകിച്ച് നഗരങ്ങളിൽ. ജനസാന്ദ്രത കൂടുതലുള്ള നഗരപ്രദേശങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ വിധത്തിൽ പോകുന്നു പ്രദേശവാസികളുടെയും അമ്പലത്തിലെ അധികൃതരുടെയും പരാതി. നഗരത്തിലെ പല റോഡുകളും പാർക്കിംഗ് ഏരിയകളും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കൃത്യമായ ശുചീകരണവും നഗരവാസികളുടെ സാമൂഹിക പ്രതിബദ്ധതയില്ലാതെയുള്ള പ്രവൃത്തികളുമാണ് തലസ്ഥാന നഗരിയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം.